മനസ്സമ്മതം ഭാഗം 9. കഥാരചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. ബാംഗ്ലൂരിലെ തിരക്കേറിയ നഗരമധ്യത്തിൽ നിധിയുടെ അപ്പാർട്ട്മെൻറ്റിലെ ആ ചെറിയ മുറിയിൽ മെറിൻ ഒരു പുതിയ മനുഷ്യനായി മാറുകയായിരുന്നു. വിനയിൻ്റെ ഫ്ലാറ്റിലെ ആ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും മോചനം കിട്ടിയപ്പോൾ അവൾക്ക് ലഭിച്ചത് വല്ലാത്തൊരു ഊർജ്ജമായിരുന്നു. നിധിയൊരു സാധാരണ സുഹൃത്തിനപ്പുറം അവൾക്കൊരു സഹോദരിയെപ്പോലെയായിരുന്നു. എന്തും തുറന്നു പറയാവുന്ന ആത്മബന്ധം. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മവിശ്വാസം അവളുടെ ഓരോ ചലനങ്ങളിലും പ്രകടമായിരുന്നു. അവരുടെ രാവിലെകൾ ഇപ്പോൾ തിരക്കുള്ളതെങ്കിലും സമാധാനം നിറഞ്ഞതാണ്. മെറിൻ നേരത്തെ എഴുന്നേൽക്കും, നിധിയോടൊപ്പം ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഒന്നിച്ചിരുന്നു കഴിക്കും. വിനയിൻ്റെ വീട്ടിൽ നിന്നിരുന്നപ്പോൾ ലഭിച്ചിരുന്ന ആഡംബരങ്ങളൊന്നും ഇവിടെയില്ല. പക്ഷേ താൻ തന്നെ ഉണ്ടാക്കിയ ആഹാരത്തിന് വല്ലാത്തൊരു രുചിയുള്ളതായി അവൾക്ക് തോന്നി. മെറിൻ, നീ ശരിക്കും ഒരു മാജിക് തന്നെയാണ് ഇവിടെ കാണിച്ചത്. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നീ ഈ വീടിൻ്റെ ലുക്ക് തന്നെ മാറ്റിക്കളഞ്ഞു. ഒത്തിരി ഇഷ്ടമായി. ഒരു ഞായറാഴ്ച രാവിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന മെറിനെ നോക്കി നിധി പറഞ്ഞു. മെറിൻ ചിരിച്ചു. അവൾ തൻ്റെ മുറിയിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റുകൾ വാങ്ങിവെച്ചിരുന്നു. ഭിത്തിയിൽ ബോബിച്ചായനും അവളും കൂടി പണ്ട് പ്ലാൻ ചെയ്തിരുന്ന ഒരു പെയിൻറ്റിങ്ങിൻ്റെ ചെറിയ മാതൃക അവൾ സ്വയം വരച്ചു വെച്ചു. ആ മുറി ഇപ്പോൾ അവളുടെ സ്വപ്നങ്ങളുടെ ഒരു ചെറിയ ലോകമാണ്. ഓഫീസിൽ മെറിൻ ഇപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ്. വിനയിൻ്റെ ഭാര്യയാണ് അവളെന്ന് അവിടെ ആരും അറിഞ്ഞിരുന്നില്ല. വിനയ് പലപ്പോഴും ഓഫീസിൽ വെച്ച് അവളെ കാണാൻ ശ്രമിക്കുമെങ്കിലും മെറിൻ കൃത്യമായ അകലം പാലിച്ചു. വിനയ് സൈറ്റിൽ പോകുമ്പോൾ അവൻ ഏൽപ്പിക്കുന്ന തൻ്റെ ജോലികൾ മെറിൻ കൃത്യമായി തീർത്തു. അവളുടെ കഴിവും ആത്മാർത്ഥതയും കണ്ട് കമ്പനിയിലെ ജനറൽ മാനേജർ അവളെ പ്രശംസിച്ചിരുന്നു. ഇത് വിനയിന് ഒരു വശത്ത് അഭിമാനവും മറുവശത്ത് കുറ്റബോധവും നൽകി. തൻ്റെ കൂടെയുള്ളപ്പോൾ വിടരാൻ കഴിയാത്ത ഈ പൂവ് തന്നിൽ നിന്ന് അകന്നപ്പോൾ ഇത്ര മനോഹരമായി വിടരുന്നത് അവൻ നോക്കി നിന്നു. പലപ്പോഴും അവളോട് സംസാരിക്കാൻ അവൻ അടുത്തെത്തിയെങ്കിലും മെറിൻ്റെ കണ്ണുകളിലെ ആ ഉറച്ച ഭാവം അവനെ പിന്നോട്ടടിച്ചു. എന്നാൽ ഈ ശാന്തത അധികകാലം നീണ്ടുനിന്നില്ല. നാട്ടിൽ വിൻസണും നാൻസിയും മെറിനെ വിളിക്കുമ്പോൾ വിനയിൻ്റെ ഫ്ലാറ്റിൽ നിന്നാണെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. മെറിൻ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ശബ്ദത്തിലൊരു സന്തോഷം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതിനാൽ അവർക്കൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു ദിവസം അവിചാരിതമായി വിൽസൺ ബാംഗ്ലൂരിലുള്ള തൻ്റെ പഴയ ബിസിനസ് സുഹൃത്തായ ചാക്കോയെ വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ആ സുഹൃത്ത് വിനയിൻ്റെ അപ്പാർട്ട്മെൻറ്റിനടുത്താണ് താമസിച്ചിരുന്നത്. വിൽസണേ, നിൻ്റെ മോനും മരുമകളും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അവർ വിളിക്കാറുണ്ടോ? അതേടാ, അവർ സുഖമായിട്ടിരിക്കുന്നു. നീ കാണാറില്ലേ? നിൻ്റെ അടുത്ത് തന്നെയല്ലേ? അതെ, അവനെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ വിനയിൻ്റെ ഫ്ലാറ്റിൽ ഒരാവശ്യത്തിന് പോയപ്പോൾ അവിടെ നിൻ്റെ മരുമകളെ കണ്ടില്ലല്ലോ. അവൻ പറഞ്ഞു അവൾ ഓഫീസിലെ ഏതോ സുഹൃത്തിൻ്റെ കൂടെയാണെന്ന്. എന്തിനാടാ കെട്ടുകഴിഞ്ഞ ഉടനെ കുട്ടിയെ മാറ്റി താമസിപ്പിച്ചത്? വല്ല പ്രശ്നവുമുണ്ടോ? ചാക്കോയുടെ ചോദ്യം ഒരു വെടിയുണ്ട പോലെ വിൽസൻ്റെ കാതിൽ പതിച്ചു. ആ ചോദ്യം കേട്ട് അയാൾ ഞെട്ടിപ്പോയിരുന്നു. ഒന്നും മറുപടി പറയാനാവാതെ അയാൾ ഉടനെ തന്നെ നാൻസിയെ വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു. നാൻസിയും ഇത് കേട്ട് പരിഭ്രമിച്ചു പോയിരുന്നു. അവർ വിനയിനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. അവസാനം സഹികെട്ടവർ നേരെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. ആരെയും അറിയിക്കാതെ എമർജൻസി ടിക്കറ്റ് എടുത്ത് ഒരു ഞായറാഴ്ച രാവിലെ അവർ വിനയിൻ്റെ ഫ്ലാറ്റിലെത്തി. വാതിൽ തുറന്നു കിടന്നിരുന്നു. അവിടെ എത്തിയ വിൻസണും നാൻസിയും കണ്ട കാഴ്ച അവരെ തകർത്തു കളഞ്ഞു. വിനയിൻ്റെ കൂടെ സോഫയിൽ ചേർന്നിരുന്ന് ഫുട്ബോൾ കളി കണ്ട് ചിരിക്കുകയും തമാശകൾ പറയുകയും ചെയ്യുന്ന രോഹിത്. ഫ്ലാറ്റിലെവിടെയും ഒരു പെണ്ണിൻ്റെ സാന്നിധ്യം പോലുമില്ല. മെറിൻ ഉപയോഗിച്ചിരുന്ന മുറി ഇപ്പോൾ രോഹിത്തിൻ്റെ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിനയ്, എവിടെടാ മെറിൻ? അകത്തേക്ക് കയറിയ വിൻസണിൻ്റെ ഗർജനം കേട്ട് വിനയ് ഞെട്ടിയെഴുന്നേറ്റു. അവൻ്റെ മുഖം വിളറി വെളുത്തു. രോഹിത് ആകെ ഭയന്നുപോയി. പപ്പ, മമ്മി, നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ഇവിടെ? വിനയ് വിൽക്കുവാൻ തുടങ്ങി. നാൻസി ഓരോ മുറിയും കയറി ഇറങ്ങി നോക്കി. മെറിൻ്റെ ഒരു ഡ്രസ്സ് പോലും അവിടെയില്ല. അവൻ്റെ റൂമിൻ്റെ ടേബിളിൽ ഇരിക്കുന്ന ആ സ്വർണ്ണപ്പെട്ടി കണ്ടപ്പോൾ നാൻസി അത് തുറന്നു നോക്കി. താൻ കൊടുത്തയച്ച എല്ലാ ആഭരണങ്ങളും അതിലുണ്ട്. മെറിൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല. മെറിൻ എവിടെയെന്ന് ചോദിച്ചത് കേട്ടില്ലടോ നീ? വിൻസൺ വിനയിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കയറിപ്പിടിച്ചു. പപ്പയുടെ ചോദ്യം ചെയ്യലിൽ വിനയ് തകർന്നുപോയി. അവന് സത്യം മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവൻ കരഞ്ഞുകൊണ്ട് അവർക്ക് മുൻപിൽ എല്ലാം തുറന്നു പറഞ്ഞു. തൻ്റെ ജീവിതത്തിലെ രഹസ്യവും രോഹിത്തുമായുള്ള ബന്ധവും മെറിൻ എല്ലാം അറിഞ്ഞ കാര്യവും അവളിപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയതും എല്ലാം അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിവരിച്ചു. രോഹിത്തിൻ്റെ ഭീഷണി മൂലമാണ് താൻ മെറിനെ അകറ്റി നിർത്തിയതെന്നും അവൻ സമ്മതിച്ചു. എല്ലാം അറിഞ്ഞപ്പോൾ നാൻസി തല കറങ്ങി സോഫയിലേക്കിരുന്നു. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ നീ എന്തിനാടാ ഇങ്ങനെ ചതിച്ചത്? അവളെ ആ കുരിശിലേറ്റാൻ ഞങ്ങളും കൂട്ടുനിന്നല്ലോ. നാൻസി അലറിക്കരഞ്ഞു. വിൻസൺ രോഹിത്തിനെ തല്ലാൻ കൈയൊങ്ങിയെങ്കിലും വിനയ് തടഞ്ഞു. എൻ്റെ തെറ്റാണ് പപ്പ. രോഹിത്തിനെ ഒന്നും പറയരുത്. ഞാൻ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. അവൾ ഇതിനേക്കാൾ നല്ലൊരു ജീവിതം അർഹിക്കുന്നുണ്ട്. അവളിപ്പോൾ സന്തോഷവതിയാണ് പപ്പ. വിനയ് തേങ്ങിക്കൊണ്ട് പറഞ്ഞൊപ്പിച്ചു. വിൻസൺ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ ഞങ്ങളെ ചതിച്ചു വിനയ്. നിനക്കിതാദ്യമേ പറയായിരുന്നില്ലേ? ആ അലക്സിൻ്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ആ കൊച്ചിനെ നീ എവിടെയാടാ കൊണ്ടുപോയി ആക്കിയത്? അവൾക്ക് വല്ലതും സംഭവിച്ചാൽ നീ അനുഭവിക്കും. പപ്പ,
അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അവർ ഉടനെ തന്നെ വിനയിനെയും കൊണ്ട് മെറിൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. താഴെ എത്തിയപ്പോൾ തന്നെ വിൻസണും നാൻസിയും മുകളിലേക്ക് നോക്കി. ബാൽക്കണിയിൽ മെറിൻ നിധിയോടൊപ്പം ചിരിച്ച് സംസാരിക്കുന്നത് അവർ കണ്ടു. ആ ചിരിയിൽ ഒരു വല്ലാത്ത സമാധാനമുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുന്നത്ത് തറവാട്ടിൽ വന്നപ്പോൾ പോലും അവളിൽ ഇത്രയും സന്തോഷം ആരും കണ്ടിട്ടില്ല. നാൻസി പടികൾ കയറി മുകളിലേക്ക് ചെന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്ന മെറിൻ അവരെ കണ്ടപ്പോൾ തബ്ദയായി നിന്നുപോയി. മമ്മി, പപ്പ, നിങ്ങൾ? നാൻസി അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. മോളെ, ഞങ്ങളോട് ക്ഷമിക്കണം. ഇത്രയും വലിയൊരു ചതി ഇവൻ നിന്നോട് ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ എന്തിനാ മോളെ ഇത്രയും വലിയ സങ്കടം ഉള്ളിലൊളിപ്പിച്ചത്? നിനക്കിതെല്ലാം ഞങ്ങളോടൊന്ന് പറയാമായിരുന്നില്ലേ? നിന്റെ ഈ പപ്പയോടോ മമ്മിയോടോ ഒന്ന് പറയാമായിരുന്നില്ലേ? മെറിൻ അവരെ പതുക്കെ അകത്തേക്കിരുത്തി. വിനയ് തല താഴ്ത്തി വാതിൽക്കൽ തന്നെ നിന്നു. മെറിൻ വിൻസണിൻ്റെ അടുത്തേക്ക് ചെന്നു. പപ്പ, വിഷമിക്കണ്ട. എനിക്ക് ആരോടും പരാതിയില്ല. വിനയ് സത്യം പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. ഞാൻ ഇവിടെ ഹാപ്പിയാണ് പപ്പ. എനിക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, നല്ലൊരു സുഹൃത്ത് വലയമുണ്ട്, അതിലുപരി സമാധാനവും സന്തോഷവുമുണ്ട്. എനിക്കിനി എൻ്റെ പപ്പയുടെയും അമ്മയുടെയും തണലിൽ പോയി ശ്വാസമുട്ടി മരിക്കാൻ വയ്യ. സ്വന്തം കാലിൽ നിൽക്കുമ്പോഴുള്ള സന്തോഷം ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വിൻസൻ അവളുടെ തലയിൽ കൈവച്ചു. മോളിവിടെ ഹാപ്പിയാണെങ്കിൽ അങ്ങനെ തന്നെയാകട്ടെ. പക്ഷേ ഇതൊക്കെ നാട്ടുകാരറിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാകും. നിൻ്റെ വീട്ടുകാരോട് ഞങ്ങൾ എന്തു പറയും? പപ്പ, നാട്ടുകാരറിയട്ടെ. അറിയാതെ പൂഴ്ത്തി വെച്ചിട്ട് എന്ത് കാര്യം? ഒരു പെണ്ണിനെ ചതിച്ച് കെട്ടിക്കൊണ്ടു വന്നവനേക്കാൾ അന്തസ്സ് സ്വന്തം കാലിൽ നിൽക്കാൻ തീരുമാനിച്ചവൾക്കുണ്ട്. എനിക്ക് ഇനി മടങ്ങി വരാൻ കഴിയില്ല. നിങ്ങൾ ഇത് നാട്ടിൽ പറയണം. പക്ഷേ വിനയിനെ വെറുക്കരുത്. അവൻ അവൻ്റെ വഴി തിരഞ്ഞെടുത്തു, ഞാൻ എൻ്റെ വഴിയും. മെറിൻ്റെ പക്വതയാർന്ന വാക്കുകൾ കേട്ട് വിൻസൺ അത്ഭുതപ്പെട്ടു. ആ രാത്രി ബാംഗ്ലൂരിലെ ആ ചെറിയ ഫ്ലാറ്റിൽ വെച്ച് വലിയൊരു മാറ്റമാണുണ്ടായത്. വിനയിൻ്റെ മാതാപിതാക്കൾ തൻ്റെ കൂടെ നിൽക്കുമെന്ന് മെറിൻ ഒരിക്കലും കരുതിയിരുന്നില്ല. മോളെ, നീ ഞങ്ങളുടെ മകളാണ്. വിനയ് ചെയ്ത തെറ്റിന് ഞങ്ങൾ സമാധാനം പറയേണ്ടി വരും. എന്നാലും നീ ഇപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കണ്ട. നിനക്ക് താമസിക്കാൻ പപ്പ വേറൊരു സുരക്ഷിതമായ സ്ഥലം സെറ്റാക്കി തരാം, വിൽസൺ പറഞ്ഞു. വേണ്ട പപ്പ, എനിക്ക് ഈ നിധിയുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം. അവളാണ് എനിക്ക് ഒറ്റയ്ക്ക് പൊരുതാൻ ആത്മവിശ്വാസം തന്നത്. എനിക്ക് പപ്പയുടെയോ വിനയിൻ്റെയോ പണം വേണ്ട. എൻ്റെ അധ്വാനം കൊണ്ട് എനിക്ക് ജീവിക്കണം. അതാണ് എനിക്കിഷ്ടം. അവൾ സ്നേഹത്തോടെ അയാളുടെ ഓഫർ നിരസിച്ചു. അന്ന് രാത്രി വിൻസണും നാൻസിയും വിനയിൻ്റെ ഫ്ലാറ്റിലേക്ക് മടങ്ങിയത് കനത്ത ഹൃദയത്തോടെയാണ്. പക്ഷേ മെറിൻ്റെ കണ്ണിലെ ആ തിളക്കം അവർക്കൊരു ആശ്വാസമായിരുന്നു. വിനയിനെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നും രോഹിത്തുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ അവനെ നിർബന്ധിക്കണമെന്നും വിൻസൺ തീരുമാനിച്ചു. നിയമപരമായ വേർപിരിയലിനുള്ള കാര്യങ്ങൾ ഉടനെ തുടങ്ങാൻ അവർ മെറിന് ഉറപ്പ് നൽകി. വിവാഹമോചനത്തിനുള്ള കാര്യങ്ങൾ ഉടനെ തുടങ്ങണമെന്നും വിൻസൺ തീരുമാനിച്ചു. രോഹിത്തിന് മുന്നിൽ വിനയ് തളർന്നിരുന്നു. അവൻ മെറിനെ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ തൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ നാണം കെട്ടതിലാണ് വേദനിച്ചത്. മെറിൻ അന്ന് രാത്രി തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി: ഇന്നെല്ലാവരും സത്യമറിഞ്ഞു. പക്ഷേ എനിക്ക് ഭയമില്ല. എൻ്റെ കൂടെ പപ്പയും മമ്മിയും ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അവർ കരഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ഇനി എനിക്ക് മുന്നോട്ട് പോകണം, ആരെയും പേടിക്കാതെ, സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ, ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാതെ. ബാംഗ്ലൂരിലെ തണുത്ത കാറ്റ് അവളുടെ മുറിയിലേക്ക് വീശി. അത് മെറിന് നൽകിയത് ഒരു പുതിയ ജീവിതത്തിൻ്റെ സുഗന്ധമായിരുന്നു. അവൾ ജനാലയിലൂടെ ദൂരേക്ക് നോക്കി. അവിടെ എവിടെയോ തൻ്റെ പ്രിയപ്പെട്ട ചോബിച്ചായനുണ്ടെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. വിധി തങ്ങളെ വീണ്ടും ഒരുമിപ്പിക്കുമെന്ന ആ ചെറിയ പ്രതീക്ഷ അവളുടെ മനസ്സിനെ കൂടുതൽ കരുത്തുറ്റതാക്കി. നാട്ടിൽ അലക്സ് പപ്പയും ജോസ് പപ്പയും ഈ വിവരമറിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ആ ചിന്ത അവളെ ഒരു നിമിഷം ഭയപ്പെടുത്തിയെങ്കിലും നിധിയുടെ കൈകൾ അവളുടെ തോളിലമർന്നപ്പോൾ ആ പേടിയില്ലാതായി. മെറിൻ ഇപ്പോൾ തനിച്ചല്ല. അവൾക്ക് ചുറ്റും സ്നേഹത്തിൻ്റെ പുതിയൊരു ലോകം വളരുകയാണ്. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.